ഫ്രണ്ട്സ്, ബാംഗ്ലൂർ മൈസൂർ ട്രിപ്പ് പോകുന്ന അത്യാവശ്യം ഏവർക്കും വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു വിൻറ്റേജ് കാർ മ്യൂസിയം. ഇത് വരുന്നത് നമുക്ക് ബാംഗ്ലൂർ ടു മൈസൂർ പോകുന്ന ആ ഒരു ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ലൊക്കേഷനിട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ ടു മൈസൂർ നിങ്ങൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ റോഡ് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണിത്. ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കുറേ സമയം നടന്ന് കാണാൻ വേണ്ടി കാറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ വെഹിക്കിൾസ് കുറച്ചുകൂടെ അതിനെ കാണുന്നതും അതൊക്കെ കുറച്ച് ഇഷ്ടമുള്ളവർക്ക് വരാം. അല്ലാണ്ട് നമുക്ക് വലിയ രസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ കാറുകളൊക്കെ കാണാൻ വേണ്ടി പറ്റി എന്ന് പറഞ്ഞ് ഭയങ്കര ഓവർ ഇതിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു മൈൽഡ് ഇത് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഒരരിവേന്ന് ഏറ്റവും പഴയത് മുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് മീൻസ് 1500 എന്ന് പറഞ്ഞാൽ നല്ല വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉള്ള കാർ വരെ ഇതിനകത്തുണ്ട്. അത്രയും പഴക്കം ചെന്ന കാറുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടിക്കറ്റിന് ചാർജ് വരുന്ന ഒരാൾക്ക് 120 രൂപ വെച്ചിട്ടാണ്. അതിൽ നമുക്ക് 70 രൂപ ഒരെണ്ണത്തിനും അങ്ങനെ ഒരു ഇത് വരെ 3 മ്യൂസിയം പോലെയാണ് എന്തോ ഇതിനകത്തുണ്ട്. ഇവിടുത്തെ ഉള്ളവർക്ക് അത് കറക്റ്റ് ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് അതനുസരിച്ച് ആവശ്യമുള്ള കയർക്കാണ്. അപ്പോൾ അത് 2-3 ഭാഗമായിട്ടാണ് ഇതിനകത്തുള്ളത്. നോർമലി എല്ലാവരും 120 ആ ഒരു ടിക്കറ്റ് പ്രൈസ് എടുത്തിട്ടാണ് നമ്മൾ കണ്ടിട്ട് പോകാറുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് വന്നതിന് ശേഷം ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്യണം, ഇവിടെ തന്നെ ഫുഡ് കഴിക്കാം. നമ്മളിവിടെ എത്തിയത് ഒരു ഉച്ച സമയത്താണ് നമ്മളെത്തിയത്. നമ്മൾ പിന്നെ വേറൊരു സ്പേസിൽ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്ത് കാറിനടുത്ത് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രസമുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ചില സമയത്തൊക്കെ അത്യാവശ്യം സീസണൽ ടൈമിൽ അത്യാവശ്യം ക്രൗഡായിരുന്നു. നമ്മൾ പോയ സമയം ഒരു ഓണം വെക്കേഷൻ ടൈമായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അത് മാത്രമേ എനിക്കൊരു ഇതായിട്ട് തോന്നി. നമുക്ക് നല്ല രീതിയിൽ എല്ലാ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് നിൽക്കുന്ന സമയത്തിന് ആൾക്കാർ വേറെ വരുന്നതുകൊണ്ട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റി. ഇതിനടുത്ത ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. സൈഡിൽ ഇങ്ങനെ ഇത് കെട്ടിയിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു സൈഡിൽ നിന്ന് വീഡിയോസ് എടുത്ത് കവർ ചെയ്ത് അങ്ങനെ പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ സൈഡിൽ തന്നെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന കാറും അങ്ങനെ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നമുക്ക് നിന്ന് വാച്ച് ചെയ്ത് നോക്കിയാണെങ്കിൽ അത്യാവശ്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നാൽ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി തരില്ല. അങ്ങനെ സമയം നമുക്കിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടങ്ങ് പെട്ടെന്ന് കണ്ടു പോകുന്നതിൻ്റെ കൂടെ പാസ് ചെയ്ത് പോകുന്ന കാറുകൾ മാത്രമല്ല, പഴയ കാലത്തുള്ള നമ്മുടെ ബൈക്കുകളുടെ തന്നെ അതിൻ്റെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട്. നമ്മളെ ചേതക്ക് ഇതുപോലത്തെ നമുക്ക് ടൈപ്പ്, പിന്നെ ബുള്ളറ്റ്സിൻ്റെ കുറച്ച് കളക്ഷൻ, പിന്നെ യമഹയുടെ ബൈക്കുകൾ പഴയ ഇത് മുതലുള്ള അത്യാവശ്യം കുറേ കളക്ഷൻസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് മെൻഷൻ ചെയ്യാൻ അറിയില്ല. പിന്നെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം മീൻസ് നിങ്ങൾ ബൈ റോഡ് പോകുമ്പോൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഹൈവേ പാസ് ചെയ്ത് പോകുന്നതിൻ്റെ ആ ഒരു സ്പീഡിൽ നമ്മളങ്ങ് പോയപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോഴാണ് ഞാനങ്ങനെ കയറണം. നമ്മൾ പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു ഇവിടെ വരാൻ വേണ്ടി. ജസ്റ്റ് അങ്ങനെ പെട്ടെന്ന് ബൈ ചാൻസിൽ ഇവിടെ വരാൻ വേണ്ടി പറ്റി. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. നല്ല റീൽസിനൊക്കെ പറ്റിയ സ്പോട്ടാണ്. റീൽസിലൊക്കെ കണ്ടിട്ടാണ് ഞാനും ഇവിടെ വന്നത്. അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. എന്നാലും നല്ല രസമുള്ള നമ്മൾ മിസ്റ്റർ ബീൻ്റെ കാറിനെ പോലത്തെ കാറൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബാക്കി ജസ്റ്റ് നമുക്ക് ഞാൻ മ്യൂസിക് കൊടുത്തിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് മൊത്തമുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കണം താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ മൊത്തം ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി ഒത്തിരി ഗ്രോ ആവാൻ വേണ്ടി നിങ്ങൾ മാക്സിമം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ടുള്ളത് എൻ്റെ മോട്ടോ G60 Pro എന്ന് പറഞ്ഞ ഫോണിലാണ് ഇത് എടുത്തിട്ടുള്ളത്, Edge 60 Pro. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് അരുൺ ആൻഡ് അവർ ടീം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നില്ല, മ്യൂസിക് ഇട്ട് നമ്മൾ മൊത്തം പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് മൊത്തം വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ്റുവാണെങ്കിൽ പോവുക. നല്ലൊരു സ്പേസ് തന്നെയാണ്. ഓക്കെ.